ഹലോ എവരിവൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം മൈനർ കോഴ്സ് ആയിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്തിലെ സെക്കൻഡ് മൊഡ്യൂളാണ് ന്യൂസ് ഗ്യാതറിംഗ്. അതായത് ഒരു ന്യൂസ് ശേഖരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശേഖരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു റിപ്പോർട്ടർ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയെല്ലാമാണ് ഒരു ന്യൂസ് റിപ്പോർട്ടർ തൻ്റെ വാർത്തകൾ കളക്ട് ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിലാദ്യമായിട്ട് ഒബ്സർവേഷൻ ടെക്നിക്സ് എന്നുള്ളതാണ്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷണം എന്നുള്ളതാണ്. ഒരു ജേർണലിസ്റ്റുകൾ എല്ലാ സമയത്തും കൃത്യമായിട്ട് ഒരു കാര്യത്തെ കാണുകയും കേൾക്കുകയും അതുപോലെ തന്നെ സീനുകൾ അബ്സോർവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. എന്നിരുന്നാൽ മാത്രമേ അവർക്ക് ഒരു നല്ല ന്യൂസ് സ്റ്റോറികൾ തയ്യാറാക്കാൻ സാധിക്കുള്ളൂ. മാത്രമല്ല, ഒരു ന്യൂസ് റിപ്പോർട്ടർ എല്ലാ സമയത്തും ഓരോ ഇവന്റുകൾ വാച്ച് ചെയ്യുകയും അതിന്റെ ബിഹേവിയർ, സ്വഭാവങ്ങൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഡീറ്റെയിൽസുകൾ, ഓരോ കാര്യങ്ങളുടെയും ഡീറ്റെയിൽസുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, ഒരു കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല, ഒരു സ്റ്റോറി തയ്യാറാക്കുമ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒബ്സർവേഷൻസ് സഹായിക്കാറുണ്ട്. ഇനി ഒബ്സർവേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള ഒബ്സർവേഷൻസ് ആണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത് ഓൺ ദ ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് ഓഫ് ഇവന്റ്സ് എന്നുള്ളതാണ്. ഓൺ ദ ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് ഓഫ് ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നു, ഒരു പൊളിറ്റിക്കൽ റാലി അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജേർണലിസ്റ്റുകൾ അവിടുത്തെ ക്രൗഡിനെ കുറിച്ചും അല്ലെങ്കിൽ ക്രൗഡിനെ കുറിച്ച് അവരുടെ ഇന്ററാക്ഷൻസും അതുപോലെ തന്നെ ആ സ്ഥലത്തിന്റെ ഒരു മൂഡ്, അതിന്റെ കൃത്യമായിട്ടുള്ള സംഭവ വികാസങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓൺ ദ ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് ഓഫ് ഇവന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്തിനെ കുറിച്ച് അതിനെ റിലേറ്റ് ചെയ്യുന്ന പേഴ്സൺസ് അവരോടൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, ആ സ്ഥലത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ മനസ്സിലാക്കിയെടുക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഓൺ ദ ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് ഓഫ് ഇവന്റ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഒബ്സർവിങ് ബോഡി ലാംഗ്വേജ് ആൻഡ് ടോൺ ഇൻ ഇന്റർവ്യൂസ് എന്നുള്ളതാണ്. ഒരു ജേർണലിസ്റ്റ് ഒരു ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് അവരുടെ ബോഡി ലാംഗ്വേജുകൾ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ ടോണുകൾ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഏതെങ്കിലും സമയത്ത് ഇന്റർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ആൻസേഴ്സ് തരുന്ന ആളുകൾക്ക് കംഫേർട്ടുകൾ വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജുകളോ ഫേഷ്യൽ എക്സ്പ്രഷൻസോ ലാംഗ്വേജിന്റെ ടോണുകളോ ഒക്കെ വെച്ചുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് വിറ്റ്നസിങ് കമ്മ്യൂണിറ്റി റിയാക്ഷൻസ് ആൻഡ് ഡെയിലി ലൈഫ് എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി റിയാക്ഷൻസ്, അതായത് ഓരോ കാര്യങ്ങളെ കുറിച്ചും ഓരോ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പുകൾ എങ്ങനെയെല്ലാമാണ് അവർ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിരുന്നാൽ മാത്രമേ ഓരോ സ്പെസിഫിക് സിറ്റുവേഷൻസിലും ഓരോ സൊസൈറ്റിയിൽ ഓരോ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഓരോ കമ്മ്യൂണിറ്റീസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഒരു ജേർണലിസ്റ്റിന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഇൻ ക്രൈം ഓർ ഡിസാസ്റ്റർ സീൻസ് എന്നുള്ളതാണ്. അതായത് ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും എൻവിറോൺമെന്റൽ ആയിട്ടുള്ള ഡാമേജുകൾ ഉണ്ടാകുന്നു, ബിൽഡിങ്ങുകൾ, അല്ലെങ്കിൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസിന്റെ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡേഴ്സിന്റെ റിയാക്ഷൻസ് നിങ്ങൾ എടുക്കുന്നു, ഈ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽസ് ഇൻ ക്രൈം ഓർ ഡിസാസ്റ്റർ സീൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു വയനാട് ദുരന്തം നടന്ന സ്ഥലത്ത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻസിലുള്ള ആളുകളുമായിട്ട് എന്ത് ചെയ്യുക, ഇന്ററാക്ഷൻസ് നടത്തുക, അല്ലെങ്കിൽ അത് നിരീക്ഷിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ബൈസ്റ്റാൻഡറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ററാക്ഷൻസ് നടത്തിക്കൊണ്ട് അതിന്റെ ഡീറ്റെയിൽസുകൾ ശേഖരിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ഡീറ്റെയിൽസ് ഇൻ ക്രൈം ഓർ ഡിസാസ്റ്റർ സീൻസ് എന്ന് പറയുന്നത്. അടുത്തത് കവറിംഗ് റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയാസ് എന്നുള്ളതാണ്. റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഫെസിലിറ്റീസ് ഒക്കെ ലാക്ക് ആയിട്ടുള്ള, ഹെൽത്ത് കെയർസ്, എഡ്യൂക്കേഷൻസ് ഒക്കെ വളരെ പുവർ ആയിട്ടുള്ള, വളരെ കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കുക, അതുപോലെ തന്നെ അവരെ കവർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ ഗവൺമെന്റുകളും ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത്
അല്ലെങ്കിൽ ഓരോ ഫണ്ടുകൾ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഗവൺമെന്റ് കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ നൽകുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം അതിൽ കറപ്ഷൻസ് നടക്കുന്നുണ്ട്, ഇവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് കിട്ടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഈ എഡ്യൂക്കേഷൻസ്, ഹെൽത്ത് കെയർ, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ലാക്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അവർക്കുള്ള ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, അത് മുന്നോട്ട് കൊണ്ടുവരിക. അതാണ് കവറിങ് റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയ എന്ന് പറയുന്നത്. അടുത്തത് ആറാമത്തെ പോയിന്റ് ആണ് അടുത്തായിട്ട് പറയുന്നത്, ഒബ്സർവിങ് ഡെയിലി ലൈഫ് ഇൻ കോൺഫ്ലിക്ട് സോൺസ് എന്നുള്ളതാണ്. അതായത് എല്ലാ സമയത്തും തർക്കങ്ങളുള്ള സ്ഥലങ്ങൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കർഫ്യൂ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ മിലിറ്ററി പ്രസൻസ് ഉള്ള, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രദേശങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ നിൽക്കുന്ന പ്രദേശം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടൗണ്, ഇപ്പൊ ഉദാഹരണത്തിന് കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാറുണ്ട്, തർക്കം ഉണ്ടാവാറുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒരു എക്സാമ്പിൾ ആക്കി ഉദ്ദേശിക്കുക. അപ്പൊ ആ ഡെയിലി ലൈഫിൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുക, നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. സെവൻത് പോയിന്റ് എന്ന് പറയുന്നത് ഒബ്സർവിങ് പൊളിറ്റിക്കൽ ക്യാമ്പയിൻസ് ആൻഡ് റാലീസ് എന്നുള്ളതാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പൊ ഇലക്ഷന്റെ സമയത്ത് ക്യാമ്പയിനുകൾ നടത്താറുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സ് നടത്തുന്ന സ്പീച്ചുകൾ, അവരുടെ ബോഡി ലാംഗ്വേജുകൾ, ക്രൗഡിന്റെ റിയാക്ഷൻസ്, പിന്നെ അതുപോലെ തന്നെ ഈ പൊളിറ്റിക്കൽ റാലീസ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ, അല്ലെങ്കിൽ ക്യാമ്പയിനുകൾ, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് സെവൻത് പോയിന്റ്. അപ്പോൾ ഓരോ നേതാക്കന്മാരും എങ്ങനെയാണ് ഒരു വിഷയത്തെ കുറിച്ച് ബിഹേവ് ചെയ്യുന്നത്, കമന്റുകൾ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എയ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ സ്പെഷ്യലൈസ്ഡ് റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് നടത്തുന്നു, അല്ലെങ്കിൽ സ്പോർട്സ് ജേർണലിസം നടത്തുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആക്കി നമുക്ക് പറയാൻ കഴിയുന്നത് സ്പോർട്സ്. ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ വിരാട് കോഹ്ലി അതുപോലെ തന്നെ രോഹിത് ശർമ്മ, ഈ രണ്ടാളുകൾക്കും കൃത്യമായിട്ട് അവരുടെ കളിക്കുന്നതിലുള്ള ഫോം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നില്ല. അപ്പൊ ഇത് കൃത്യമായിട്ട് വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ സഞ്ജു സാംസണ് വീണ്ടും അവസരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നില്ല, എന്തൊക്കെയാണ് അതിന്റെ റീസൺസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് ഒബ്സർവേഷൻ ഇൻ സ്പെഷ്യലൈസ്ഡ് റിപ്പോർട്ടിംഗ്. അത് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് ആവാം, സ്പോർട്സ് ജേർണലിസം ആവാം, എന്ത് കാര്യങ്ങളെ കുറിച്ചിട്ടും ആവാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർവ്യൂവിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഒബ്സർവേഷൻ മെത്തേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ന്യൂസുകൾ നമുക്ക് ഗ്യാദർ ചെയ്തെടുക്കാം. രണ്ടാമത്തത് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പേഴ്സണും മറ്റു പേഴ്സണും തമ്മിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ നേടിയെടുക്കുന്ന ഒരു രീതിയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇതൊരു പ്ലാൻഡ് പ്രോസസ് ആയിരിക്കും. ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്തുകൊണ്ട് ആൻസേഴ്സ് സീക്ക് ചെയ്യുന്ന, ആൻസേഴ്സ് നേടിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഒരു റിപ്പോർട്ടർ എന്ത് ചെയ്യും, അവര് ഒരു ഇന്റർവ്യൂ കുറച്ച് ആളുകളുമായിട്ട് അവർ ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്തിട്ട് അവർ പല ന്യൂസ് സ്റ്റോറീസ് ആയിട്ടോ ഫീച്ചേഴ്സ് ആയിട്ടോ ഒക്കെ അവതരിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ന്യൂസ് ലഭിക്കുന്നതിൽ, വാർത്തകൾ ലഭിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ടും കൂടിയാണ്. അതുപോലെ തന്നെ ഇനി ഒരു ജേർണലിസ്റ്റുകൾ അവരുടെ ഇമോഷൻസ്, ഒപ്പീനിയൻസ്, യുണീക്ക് ആയിട്ടുള്ള ഇൻസൈറ്റുകൾ, അവരുടെ പ്രത്യേകമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളത് ഇന്റർവ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്റർവ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട 3 ഇന്റർവ്യൂസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇന്റർവ്യൂ ഫോർ ഗെറ്റിംഗ് ഫാക്ട് അല്ലെങ്കിൽ ന്യൂസ് ഇന്റർവ്യൂ എന്നുള്ളതാണ്. ഒന്നാമത്തെ ഇന്റർവ്യൂ എന്ന് പറയുന്നത്, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു വാർത്ത ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ടുള്ള, ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പേഴ്സണിൽ നിന്നും, ഒരു വ്യക്തിയിൽ നിന്നും എന്താണ് ശരിയായി നടന്നത് എന്ന് പറയുന്ന കാര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ടർ നടത്തുന്ന ഇന്റർവ്യൂ തന്നെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഇന്റർവ്യൂ ഫോർ ഗെറ്റിംഗ് ഫാക്ട്സ് അല്ലെങ്കിൽ ന്യൂസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇത് റിപ്പോർട്ടർ എന്ത് ചെയ്യും, ഐ വിറ്റ്നസ്സുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്യുന്ന, ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളുമായിട്ട് നടത്തുന്ന ഇന്റർവ്യൂസിനെയാണ് ഇന്റർവ്യൂ ഫോർ ഗെറ്റിംഗ് ഫാക്ട്സ് അല്ലെങ്കിൽ ന്യൂസ് ഇന്റർവ്യൂസ് എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇന്റർവ്യൂ ആണ് ഏതെന്ന് പറയുന്നത് ഇന്റർവ്യൂ ഫോർ ഗെറ്റിംഗ് ഒപ്പീനിയൻസ് അല്ലെങ്കിൽ സിമ്പോസിയം ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. അതായത് ഒന്നെങ്കിൽ അഭിപ്രായം നേടിയെടുക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ടോപ്പിക്കുമായിട്ട്, ഇപ്പോൾ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ബജറ്റ് അവതരണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ എക്കണോമിക്സ്റ്റുകളായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം തേടുന്നു.
അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇന്റർവ്യൂ ഫോർ ഗെറ്റിംഗ് ഒപ്പീനിയൻസ് ഓർ സിമ്പോസിയം ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് വ്യക്തമായിട്ട് കാഴ്ചപ്പാടുള്ള പേഴ്സ്പെക്റ്റീവ്സ്, കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തികളിൽ നിന്നും അഭിപ്രായങ്ങൾ ശേഖരിക്കുക, അതിനെയാണ് ഇന്റർവ്യൂ ഫോർ ഗെറ്റിംഗ് ഒപ്പീനിയൻസ് ഓർ സിമ്പോസിയം ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തോട്ട്ഫുൾ ആയിട്ടുള്ള റെസ്പോൺസുകൾ നമുക്ക് ലഭിക്കും, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്ത മൂന്നാമത്തെ ഇന്റർവ്യൂ ആണ് ഏതെന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും അച്ചീവ്മെന്റ്സുകൾ ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയേഴ്സ് ഉണ്ടായി, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ലഭിച്ചു തുടങ്ങിയുള്ള ആളുകളുമായിട്ട് നടത്തുന്ന ഇന്റർവ്യൂസ് ആണ് എന്തെന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഇന്റർവ്യൂസ്. ഇപ്പോൾ ആക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അവരുമായിട്ടുള്ള നടത്തുന്ന കാര്യങ്ങൾ. ഇപ്പൊ അതിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പേഴ്സണൽ അച്ചീവ്മെന്റ്സുകൾ, ഫെയിലിയേഴ്സ്, ബിലീഫുകൾ, അവരുടെ വിശ്വാസങ്ങളെ കുറിച്ച്, അവരുടെ ലൈക്സ്, ഡിസ്ലൈക്കുകൾ, ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ഇത് മൂന്നാമത്തെ ഇന്റർവ്യൂ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഇന്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഒരു ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലെങ്കിൽ എങ്ങനെയെല്ലാമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ന്യൂസ് ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കീ ആസ്പെക്റ്റുകളാണുള്ളത്. ഒന്നാമത്തത് ഒപ്റ്റെയിനിങ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. അതായത് ഒരു ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു ഇൻഫർമേഷൻ ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ക്രൈം നടന്നു, ആ ക്രൈമിൽ ഐ വിറ്റ്നസ് ആയിട്ടുള്ള ഒരാൾ ഒരു ഇന്റർവ്യൂ നൽകുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റത്തെ ഒരു എവിഡൻസ് ആണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഒബ്റ്റെയിനിങ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, ആദ്യമായിട്ട് ലഭിക്കുന്ന ഒരു ഇൻഫർമേഷൻ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊന്നും ഇപ്പോ ഇത്തരത്തിൽ ഇന്റർവ്യൂ ചെയ്യാനൊന്നും ഒബ്സർവേഷനിലൂടെ സാധിക്കില്ല. രണ്ടാമത്തെ ആഡിങ് ഡെപ്ത് ആൻഡ് പേഴ്സ്പെക്റ്റീവ് എന്നുള്ളതാണ്. ആഡിങ് ഡെപ്ത് ആൻഡ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ഇഷ്യൂസിനെ കുറിച്ച് ഒരു കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുന്നതിന്, മുഴുവനായിട്ട് മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂവിൽ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ ഡെപ്ത് ആയിട്ടുള്ള, ആഴത്തിലുള്ള ഒരു പേഴ്സ്പെക്റ്റീവ്, കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത് ക്ലാരിഫയിങ് ആൻഡ് ഫാക്ട് ചെക്കിങ് ഇൻഫർമേഷൻസ്. അതായത് ജേർണലിസ്റ്റുകൾ ഇന്റർവ്യൂസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഫാക്റ്റുകൾ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുക, ഡീറ്റെയിൽസുകൾ കൺഫേം ചെയ്യുക തുടങ്ങിയ ഒരു റിപ്പോർട്ടിങ്ങിന് അക്യുറസി കൊണ്ടുവരിക, അതായത് കൃത്യത ഉറപ്പുവരുത്തുക തുടങ്ങിയുള്ള കാര്യങ്ങൾക്കാണ് ഇന്റർവ്യൂസ് ഉപയോഗിക്കാറുള്ളത്. അടുത്ത നാലാമത്തെ പോയിന്റ് ആണ് ബിൽഡിംഗ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഡിവിജ്വൽസ്, അതായത് ഇമോഷണൽ അപ്പീലുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആളുകളുമായിട്ട് കൂടുതൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇന്റർവ്യൂസ് എന്ന് പറയുന്നത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അതാണ് ബിൽഡിംഗ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആളുകളുമായിട്ട് കുറച്ചും കൂടി ഒരു എൻഗേജ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, ഫിഫ്ത്ത് പോയിന്റ്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിൽ ഒരു ഇന്റർവ്യൂസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് അൺകവേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിഡൻ ഫാക്റ്റുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഇഷ്യൂസിനെ കുറിച്ച്, ഒരു പ്രശ്നങ്ങളെ കുറിച്ചുള്ള എല്ലാ സ്കോപ്പുകളും അല്ലെങ്കിൽ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൽ ഇന്റർവ്യൂസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ക്വിക്ക് ആൻഡ് അപ്ഡേറ്റ് ആൻഡ് ബ്രേക്കിംഗ് ന്യൂസ് എന്നുള്ളതാണ്. ക്വിക്ക് ആൻഡ് അപ്ഡേറ്റ് ബ്രേക്കിംഗ് ന്യൂസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ന്യൂസുകൾ, വളരെ പെട്ടെന്നുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾക്ക് ഇന്റർവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഇൻസിഡന്റ് നടക്കുന്നു, ആ ഇൻസിഡന്റ് നടക്കുമ്പോൾ അവിടെയുള്ള ഒരു പീപ്പിൾസ് എന്ത് ചെയ്യുന്നു, അവര് വളരെ ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഓഡിയൻസിന് നമുക്ക് റിയൽ ടൈം ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതാണ് സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇപ്പോൾ കിട്ടിയ വാർത്ത അല്ലെങ്കിൽ മറ്റേ ആക്സിഡന്റ് കണ്ടു നിന്ന ആള് വെളിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറില്ലേ, അതാണ് ക്വിക്ക് അപ്ഡേറ്റ് ആൻഡ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തൊരു ടൂളാണ് ഓൺലൈൻ ടൂൾസ് ഫോർ ന്യൂസ് ഗ്യാതറിംഗ് എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ ഡിജിറ്റൽ ഏജിൽ ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഓൺലൈൻ ടൂളുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ന്യൂസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഓൺലൈൻ ടൂളുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ
ന്യൂസ് ഗ്യാദർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ജേർണലിസ്റ്റുകൾ വളരെ വൈഡ് റേഞ്ച് ആയിട്ട് ഡിജിറ്റൽ റിസോഴ്സുകൾ, ഡിജിറ്റൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഓരോ സോഫ്റ്റ്വെയറുകളും ഇന്ന് ലഭ്യമാണ്. ഇനി ഇത് അതായത് ഓൺലൈൻ ടൂളുകൾ ഒരു ജേർണലിസത്തിന്റെ ഫണ്ടമെന്റൽ ചേഞ്ചിന് വരെ കാരണമാക്കിയിട്ടുണ്ട്. ജേർണലിസ്റ്റുകൾക്ക് ടെക്സ്റ്റുകൾ, വീഡിയോ, അതുപോലത്തെ ഇന്ററാക്റ്റീവ് ഗ്രാഫിക്സുകൾ ഒക്കെ ഒരു ന്യൂസ് എൻഗേജ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈൻ ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി എങ്ങനെയൊക്കെയാണ് ഓൺലൈൻ ടൂൾ വഴി ന്യൂസ് ഗ്യാദർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമുക്കറിയാം, ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ. ട്വിറ്റർ അല്ലെങ്കിൽ ട്വിറ്ററിന്റെ പുതിയ പേര് എന്ന് പറയുന്ന എക്സ് എന്നുള്ളതാണ്. ഇനി ഇൻസ്റ്റാഗ്രാം നമുക്ക് എടുക്കാം, വാട്സപ്പ് തുടങ്ങിയ കാര്യങ്ങൾ എടുക്കാം. നമുക്ക് ഇതിലൂടെയൊക്കെ ട്രെൻഡിങ് സ്റ്റോറീസ്, ബ്രേക്കിംഗ് ന്യൂസുകൾ, പബ്ലിക് റിയാക്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ശേഖരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ നൽകാനൊക്കെ ഓൺലൈൻ ടൂൾസിലൂടെ നമുക്ക് സാധിക്കും. സോഷ്യൽ മീഡിയ വഴിയൊക്കെ പോസ്റ്റുകൾ, ഫോട്ടോസും കാര്യങ്ങളും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വഴിയൊക്കെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഓരോ വിവരങ്ങൾ കൈമാറ്റം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഐ വിറ്റ്നസ്സുകളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തെ സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ടൂൾസ് എന്നുള്ളതാണ്. ഇപ്പോൾ ട്വീറ്റ് ഡെക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് ഇത് ജേർണലിസ്റ്റുകൾ മോണിറ്ററിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് കുറെ ട്വീറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഇത് ശരി തന്നെയാണോ എന്ന് ഉപയോഗിക്കുന്ന ഒരു ട്വീറ്റാണ് ട്വീറ്റ് ഡെക്ക് എന്ന് പറയുന്ന ടൂൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രൗഡ് ടാങ്കിൾ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഫേസ്ബുക്കിന്റെയാണ്. ഈ കണ്ടന്റുകൾ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, റെഡിറ്റ് തുടങ്ങിയുള്ള കണ്ടന്റുകളൊക്കെ ഒറിജിനൽ തന്നെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫേക്ക് അടിയിൽ നിന്നുള്ള വരുന്ന ഡാറ്റാസ് ആണോ എന്നൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന ടൂളുകളാണ്. മാത്രമല്ല ഈ ട്വീറ്റ് ഡെക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് ഒന്നിലധികം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ട്വീറ്റ്സുകൾ, ട്വിറ്റർ അക്കൗണ്ടുകൾ നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്ന ഒരു ടൂളും കൂടിയാണ്. അടുത്തത് മൂന്നാമത്താണ് ന്യൂസ് അഗ്രിഗേറ്റേഴ്സ് എന്ന് പറയുന്നത്. ന്യൂസ് അഗ്രിഗേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഗൂഗിൾ ന്യൂസ്, ഫീഡ്ലി, ഫ്ലിപ്ബോർഡ് തുടങ്ങിയിട്ടുള്ള ഈ സൈറ്റുകൾ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂസുകളുടെ പല സോഴ്സുകളിൽ നിന്നും ഒരു സോഴ്സിലേക്ക് എത്താൻ സാധിക്കും. അതായത് ഇപ്പോൾ ഗൂഗിൾ ന്യൂസ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പല പ്ലാറ്റ്ഫോമുകളിലും ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസുകൾ ഗൂഗിൾ ന്യൂസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ സാധിക്കും. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ, മീൻസ് ആ ലിങ്കിലോട്ട് നമുക്ക് കിടക്കാൻ സാധിക്കും. അതാണ് ന്യൂസ് അഗ്രിഗേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൺലൈൻ വഴി അപ്പോൾ ഗൂഗിൾ ന്യൂസ്, ഫീഡ്ലി, ഫ്ലിപ്ബോർഡ് തുടങ്ങിയ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡിൽ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസുകൾ ഏതൊക്കെയാണ്, അത് ഏതൊക്കെ സൈറ്റിലാണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അടുത്ത ഫാക്ട് ചെക്കിംഗ് ടൂൾസ് എന്നുള്ള ഫാക്ട് ചെക്കിംഗ് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ factcheck.org അല്ലെങ്കിൽ സ്നോപ്സ് അല്ലെങ്കിൽ ഗൂഗിൾ ഫാക്ട് ചെക്കർ എക്സ്പ്ലോറർ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇമേജുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടുകൾ, എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അത് ശരിയാണോ അല്ലെങ്കിൽ അത് എത്രത്തോളം ഒതന്റിക് ആയിട്ടുള്ള ഡാറ്റയാണ് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള വസ്തുതകളാണ്, ഫാക്ട് ഇൻഫർമേഷൻ ആണ് എന്നൊക്കെ നമുക്ക് കണ്ടെത്തുന്നതിന് നമുക്ക് ഇതൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫാക്ട് ചെക്കിംഗ് ടൂൾസുകളായിട്ടും ഓൺലൈൻ ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് അഞ്ചാമത്തത് പബ്ലിക് റെക്കോർഡ്സ് ആൻഡ് ഡാറ്റ സോഴ്സസ്. അതായത് നമുക്ക് ഒരു ഡാറ്റാബേസ് ആയിട്ട് ഗവൺമെന്റിന്റെ ഡാറ്റാബേസുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സുകൾ നോക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഗവൺമെന്റ് ഡാറ്റാബേസുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് ഓൺലൈൻ ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മറ്റേ പോപ്പുലേഷന് അതുപോലെ തന്നെ എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതൊക്കെ അവർ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ടേഴ്സിന് അതിലേക്കുള്ള ഒരു ഡാറ്റാബേസ് കൊടുക്കാറുണ്ട്. റിപ്പോർട്ടേഴ്സിന് അതിനുള്ള എല്ലാ വിവരങ്ങളും കൊടുക്കാറുണ്ട്. അതാണ് പബ്ലിക് റെക്കോർഡ്സ് ആൻഡ് ഡാറ്റ സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി വെരിഫിക്കേഷൻ ടൂൾ ഫോർ ഇമേജ് ആൻഡ് വീഡിയോസ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻവിഡ് എന്ന് പറയുന്ന, റേവ് ഐ എന്ന് പറയുന്ന, ഗൂഗിൾ റിവേഴ്സ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഇമേജ് സെർച്ച് സോഫ്റ്റ്വെയർസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ജേർണലിസ്റ്റുകൾക്ക് അവർക്ക് ലഭിക്കുന്ന ഇമേജുകൾ, വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ തന്നെയാണോ ശരി തന്നെയാണോ എന്നുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ വീണ്ടും ചെക്ക് ചെയ്യുന്നതിന് അവരെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ആറാമത്തെ വെരിഫിക്കേഷൻ ടൂൾ ഫോർ ഇമേജ് ആൻഡ് വീഡിയോസ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്തതായിട്ട്
കമ്മ്യൂണിക്കേഷൻ ടൂൾസുകളായിട്ട് ഓൺലൈൻ ടൂളുകൾ ഉപയോഗിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ടൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിഗ്നൽ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്, വാട്സപ്പ്, ഇപ്പോൾ പ്രോട്ടൺ മെയിൽ എന്ന് പറയുന്ന തുടങ്ങിയിട്ടുള്ള ടൂളുകളുണ്ട്. ഇതൊക്കെ ജേർണലിസ്റ്റുകൾക്ക് വളരെ സേഫ് ആയിട്ട് അവർക്ക് പല ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് ക്രൗഡ് സോഴ്സിംഗ് ടൂൾസുകളാണ്. ക്രൗഡ് സോഴ്സിംഗ് ടൂൾസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജേർണലിസ്റ്റുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും സർവേസ് അല്ലെങ്കിൽ പോളുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് കണ്ടെത്തുന്നതിന് വേണ്ടി സഹായിക്കും. അതിന് നമുക്ക് ഗൂഗിൾ ഫോംസുകൾ ഉപയോഗിക്കാം, സർവേ മങ്കി, പോൾസ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്രൗഡിന്റെ കയ്യിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്ത 9th പോയിന്റ് ആണ് മാപ്പിംഗ് ആൻഡ് ജോഗ്രഫി ടൂൾസ് എന്നുള്ളതാണ്. അതായത് ജിയോ ലൊക്കേഷൻസ് ടൂൾസുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ സാറ്റലൈറ്റ് ഇമേജറി ഹെൽപ്പുകൾ ജേർണലിസ്റ്റുകൾക്ക് അവരുടെ ലൊക്കേഷൻസ്, മാപ്പിന്റെ ഇവന്റ്സുകൾ അല്ലെങ്കിൽ ഡാറ്റ വിഷ്വലൈസ് ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ജിയോ ടാഗ് ഫോട്ടോസ് എന്ന് പറയും, അതല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് ഫോട്ടോസ് നമ്മൾ പറയും. ഈ ഫോട്ടോ എടുക്കുന്നതിന് കൂടെ തന്നെ ലൊക്കേഷൻ എവിടെയാണ്, ഡേറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ഫോട്ടോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഗൂഗിൾ എർത്ത്, അതുപോലെ തന്നെ മാപ്പ് ബോക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസാസ്റ്റർ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് കണ്ടന്റ് മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. ഈ ടൂൾസുകളായിട്ടുള്ള എവർനോട്ട്, നോഷൻ ആൻഡ് വൺ നോട്ട് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ജേർണലിസ്റ്റുകൾക്ക് ഓരോ നോട്ടുകൾ എഴുതുക, അല്ലെങ്കിൽ റിസർച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കുക, സോഴ്സുകൾ, അവരുടെ സോഴ്സുകൾ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് അതൊക്കെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ആപ്പുകൾ പോലെ ഇത് സഹായിക്കുന്നുണ്ട്, ഓൺലൈൻ ടൂളുകൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തത് 11th പോയിന്റ് ആണ് AI ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ ടൂൾസ് എന്നുള്ളതാണ്. AI ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ ടു ടെക്സ്റ്റ്, അതായത് നമ്മൾ പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മൾ മംഗ്ലീഷ് എന്ന് പറയുന്ന കീബോർഡ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് മലയാളത്തിലേക്ക് ടൈപ്പ് ചെയ്ത് വരുന്നു, ഇംഗ്ലീഷിലേക്ക് ടൈപ്പ് ചെയ്ത് വരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ജേർണലിസ്റ്റുകൾക്ക് വളരെ ടൈം വളരെ സ്യൂട്ടബിൾ ആവാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സഹായിക്കുന്നുണ്ട്. അടുത്ത് വെരിഫൈയിങ് ദ ഇമെയിൽ അഡ്രസ് എന്നുള്ളതാണ്. അതായത് ഹണ്ടർ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. അത് ഇമെയിൽ അഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ഫേക്ക് ആയിട്ടുള്ള മെയിൽ ഐ ഡിയിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് മെയിൽ ഐ ഡിയിൽ നിന്നാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇമെയിൽ അഡ്രസ്സുകളൊക്കെ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അടുത്ത് 13ാമതാണ് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് എന്ന് പറയും ടൂൾസുകൾ. അതിലേറ്റവും പ്രധാനമായിട്ട് പറയുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് മാൾട്ടിഗോ, അതുപോലെ തന്നെ ഇന്റൽ ടെക്നിക് കോംബ്ലി എന്ന് പറയുന്ന വെബ്സൈറ്റുകളൊക്കെ ജേർണലിസ്റ്റുകൾക്ക് ഓരോ ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ കമ്പനി, ഓർഗനൈസേഷൻസ് ഇവരുടെയൊക്കെ ഇൻഫർമേഷൻസ് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്തരത്തിലൊക്കെയാണ് ന്യൂസുകൾ ഗ്യാദർ ചെയ്യപ്പെടുന്നത്. അതിൽ നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒന്നാമതായിട്ട് ഒബ്സർവേഷൻസ്, അതിന്റെ ടെക്നിക്കുകൾ നമ്മൾ നോക്കി. രണ്ടാമത്തെ ഇന്റർവ്യൂസ് ആണ്, അതിന്റെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ നോക്കി. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർവ്യൂസ് ഏതൊക്കെയാണ് 3 നോക്കി. അതായത് ഇന്റർവ്യൂ ഫോർ ഗാദറിംഗ് ഫാക്ട്സ് അല്ലെങ്കിൽ ന്യൂസ് ഇന്റർവ്യൂ, അതുപോലെ തന്നെ ഇന്റർവ്യൂ ഫോർ ഗെറ്റിംഗ് ഒപ്പീനിയൻ, സിമ്പോസിയം ഇന്റർവ്യൂ, പേഴ്സണാലിറ്റി ഇന്റർവ്യൂ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഓൺലൈൻ ടൂളുകളാണ് ന്യൂസ് ഗ്യാദർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.